മാഡം കോഫി. ഋതുമോളെ വിളിച്ചില്ലേ മാഡം? നമ്മൾ രണ്ടുപേരും ഒരുപോലെ മോളെ കുറിച്ച് ചിന്തിച്ചു. എന്താ അത്? അവളും നമ്മളെ കുറിച്ച് ഓർക്കുന്നുണ്ടാവും. അതെ മാഡം. അവള് വല്ല തിരക്കിലായിരിക്കും, അതായിരിക്കും കോളൊന്നും വിളിക്കാത്ത. ഭാര്യയും ഭർത്താവും കൂടി സൃഷ്ടിച്ച സിസ്റ്റർ പവിത്ര എന്ന കഥാപാത്രം ഇപ്പൊ ഒരു പ്രേതബാധയായി അവരെ ശല്യം ചെയ്യുവാ. ഇനി ആ പ്രേതബാധയെ എങ്ങനെ ഒഴിവാക്കണമെന്നറിയാതെ അവരും നമ്മളും എല്ലാവരും വലയുവാ. അതാദ്യം പ്രേതബാധയായിരുന്നു, ഇപ്പൊ അത് മനുഷ്യബാധയായിട്ട് മാറിയിരിക്കുക. അതെ, ഗെയിം ഇപ്പോ അംബിക വർമ്മയുടെ കൺട്രോളിലല്ലേ. ആ, നമ്മൾ അവളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അവളതെ നമ്മളെ വിളിക്കുന്നു. മാഡം കോൾ എടുക്ക്. മോളെ. ഹലോ അമ്മേ. എന്തു പറ്റി മോളെ? നീ എന്താ വിളിക്കാതിരുന്നേ? ഒന്നും പറയണ്ടെന്റെ അമ്മ, ഇവിടെ ആകെ പ്രശ്നം. എന്ത് പ്രശ്നം? ആ ഹരീഷ് ശ്രീക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു. ദൈവമേ, അത് ചിലപ്പോ അവന്റെ അറിവോടൊന്നും ആയിരിക്കില്ല മോളെ. ആ രുക്മിണിയുടെ വേലയായിരിക്കും. അല്ലമ്മേ, ഹരീഷിന്റെ അറിവോടെ തന്നെയാ. ശ്രീ നേരിട്ട് ചെന്ന് അവനോട് ചോദിച്ചു. ആ ചെറുക്കനൊരു നല്ലവനായിരിക്കും എന്നാ ഞാൻ കരുതിയ. എന്ത് ചെയ്യാനാ, ആ രുക്മിണിയുടെ മകനല്ലേ. ആ രുക്മിണിയെ അംബികയും ഒരേ കയറിൽ കെട്ടാം. അമ്മ, ശ്രീ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതല്ലേ. അവൾക്കിത് സഹിക്കോ? ശ്രീ ഒരു കടുങ്കൈ ചെയ്യുമായിരുന്നു. അതെന്താ മോളെ? ആ കൊച്ചിനോട് അവിവേകം ഒന്നും കാണിക്കരുതെന്ന് പറയ്. സൂയിസൈഡ് ചെയ്യാനായിരുന്നെങ്കില് ഞാൻ എത്ര തവണ ചെയ്തേനെ. മോൾ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. അവളുടെ അടുത്ത് എപ്പോഴും ആരെങ്കിലും ഉണ്ടാവണം, മനസ്സിലായോ? ശരിയമ്മേ. നിനക്ക് ഒരു സമയത്തും ഒരു തരത്തിലും സ്വസ്ഥതയില്ലല്ലേ മോളെ? അതൊന്നും സാരമില്ലമ്മേ. ശരിയമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. ശരി മോളെ.